എൻ്റെ ഡെലിവറി ജൂലൈ 14 കഴിഞ്ഞ് ഏകദേശം 8 ദിവസം കഴിഞ്ഞ്, അതായത് 9ാമത്തെ ദിവസമാണ് എൻ്റെ കുഞ്ഞിനെ NICയിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ 8 ദിവസവും എപ്പിസോട്ടിമിയും സി സെക്ഷനും കഴിഞ്ഞ് എൻ്റെ സ്റ്റിച്ചും ബ്ലീഡിങ്ങുമായിട്ട് രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ NICയിൽ തന്നെ ഇരിക്കാറുണ്ടായിരുന്നു. അവസാനം എൻ്റെ ആ ഇരിപ്പ് കണ്ട് കാലിലെ നീരും ബ്ലീഡിംഗ് ആയ ഡ്രസ്സും കണ്ട് അവിടുത്തെ മലയാളി നേഴ്സുമാർ ഡോക്ടറിനെ നാളെ കണ്ട് നീ ഡിസ്ചാർജ് വാങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഡയറ്റീഷ്യനാണ്, എനിക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനറിയാം, അവൻ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ അവനെ ഒരാളുടെ കയ്യിൽ ഒരു സമയപരിധിക്കപ്പുറം ഇരുത്തുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പൊ ഇന്ന് രാവിലെ അമ്മയാണ് അവനെ കുളിപ്പിച്ച് ഇങ്ങനെ കരിയൊക്കെ എഴുതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരുക്കുന്നത് അവന്റെ 28 കെട്ടിനാണ്. നമ്മൾ നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ള സൗകര്യത്തിലാണ് അമ്മ ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അമ്മ തന്നെയായിരുന്നു തുങ്കു ബേബിയുടെ 28 കെട്ടിന്റെ മുഖ്യ കർമ്മിയും. ഈ ഒരു ചടങ്ങ് വീട്ടിൽ കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ ഈ പേരിടൽ ചടങ്ങിനും നൂലുകെട്ടിനും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ അമ്മയും അനിയത്തിയും അനിയനും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട 2 പേരും, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള രാഹുലും രേവതിയും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് അങ്ങനെ ഇങ്ങനെ വലിയ കൊതികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും കുറേ ദിവസമായിട്ട് എനിക്കൊരു ചിക്കൻ സ്റ്റൂ കഴിക്കാനായിട്ട് ഭയങ്കര കൊതി. ഇത് ഞാൻ പുറത്തോട്ട് പറഞ്ഞുമില്ല. ഒരു ദിവസം രാവിലെ ഞാൻ പറയാതെ തന്നെ എനിക്ക് ചിക്കൻ സ്റ്റൂ കൊണ്ടുവന്ന ആളാണ് ഈ പറഞ്ഞ രേവതി. ആ പറഞ്ഞ ആളാണ് ഇയാൾ. അങ്ങനെ അവർ കൊണ്ടുവന്ന കരിവളയും ഗിഫ്റ്റും ഒക്കെ തുങ്കൂട്ടിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡി ആവാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ആ കുഞ്ഞു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. ആങ്കർ മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അനിയത്തി. അങ്ങനെ നമ്മൾ നെയിം റിവീലിംഗ് സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ നല്ല ഉറക്കത്തിലാണ്. രാവിലെ തൊട്ട് പാല് കുടിക്കുന്നു ഉറങ്ങുന്നു. ഞാൻ ഈ വീഡിയോയിൽ കുഞ്ഞിന്റെ പേര് മെൻഷൻ ചെയ്തത് തുങ്കു എന്നാണ്. ജനിക്കുന്നതിന് മുൻപേ തന്നെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും തുങ്കു എന്ന് വിളിക്കണം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. തുങ്കു എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത് തങ്കമേൽ എന്നുള്ള വാക്കിൽ നിന്നാണ്. ഞാൻ അത്യാവശ്യം ഭേദമല്ലാത്ത രീതിയിൽ ഒരു മുരുകഭക്തയാണ്. അപ്പൊ മുരുകന്റെ സ്വന്തം തങ്കമയിലിനെ ഞാൻ എന്റെ തുങ്കു ആക്കി. അങ്ങനെ നമ്മൾ നെയിം റിവീലിംഗ് പരിപാടിക്ക് ശേഷം നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് സദ്യയൊക്കെ കഴിച്ച് തുങ്കൂട്ടിന്റെ 28 അടിപൊളിയാക്കി. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്